ചരിത്രരേഖകളിൽ പല വിധത്തിലുള്ള ഗുഹകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നാം കൗതുകത്തോടെ നോക്കിയിരുന്നു. എന്നാൽ അതുപോലുള്ള ഒരു ഗുഹയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തെക്കുറിച്ച് നമ്മളിൽ എത്ര പേർക്കറിയാം? ഈജിപ്തിൽ വിശുദ്ധ സൈമണിൻ്റെ നാമധേയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹയ്ക്കുള്ളിലെ ദേവാലയത്തിന് പിന്നിൽ ഒരു വലിയ ചരിത്രം ഒളിഞ്ഞു കിടപ്പുണ്ട്. 1940കളിൽ അപ്പർ ഈജിപ്തിൽ ജീവിച്ചിരുന്നവർ കടുത്ത ദാരിദ്ര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കെയ്റോയിലേക്ക് പലായനം ചെയ്യുന്നത്. ഇവിടേക്കെത്തിയ അവർ ആട്, കോഴി, പന്നി എന്നിവയെ വളർത്തി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ ഈ സമയങ്ങളിലായിരുന്നു മാലിന്യം ശേഖരിക്കുന്ന തൊഴിലിലേക്ക് ഇവർ നീങ്ങുന്നത്. ഈ തൊഴിൽ വലിയ ലാഭമായതുകൊണ്ട് തന്നെ കെയ്റോയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ വ്യാപിച്ചു. എന്നാൽ 1970-ൽ വിവിധയിടങ്ങളിൽ ചിതറിക്കിടന്ന ഇവർ വീണ്ടും ഒരു നഗരത്തിൽ ഒരുമിച്ച് കൂടി. തൽഫലമായി ഈ വലിയ സമൂഹം ഒടുവിൽ മൊക്കട്ടം പർവ്വതത്തിൻ്റെ പാറക്കെട്ടുകൾക്ക് കീഴിൽ താമസിക്കുകയും അതുവഴി സബലീൻ നഗരം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇവരിൽ ഭൂരിഭാഗം കോപ്റ്റിക് ക്രൈസ്തവരായതിനാൽ അവർ പർവ്വതത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു ദേവാലയം നിർമ്മിക്കാൻ തീരുമാനമെടുത്തു. 10-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഫാത്തിമിദ് ഖലീഫ അൽ മുയിസിൻ്റെ ഭരണകാലത്ത് ജീവിച്ചിരുന്ന വിശുദ്ധ സൈമണിൻ്റെ സ്മരണയ്ക്കായിട്ടായിരുന്നു ദേവാലയത്തിന് വിശുദ്ധൻ്റെ പേര് നൽകിയത്. പരിശുദ്ധ അമ്മയുടെയും മഗ്ദലന മറിയത്തിൻ്റെയും തിരുസ്വരൂപങ്ങൾ ഉൾപ്പെടെ അനേകം കൊത്തുപണികൾ ഈ ദേവാലയത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. വാസ്തുപരമായി നോക്കുമ്പോൾ കാണുന്നവരുടെ ഉള്ളിൽ കൗതുകമുണർത്തുന്ന ഒരു നിർമ്മിതി തന്നെയാണ് ഈ പള്ളി. അതുകൊണ്ട് തന്നെ നിരവധി തീർത്ഥാടകർ ഇവിടം സന്ദർശിക്കുന്നതും പതിവാണ്. 20,000-ലധികം ആളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈ ദേവാലയം ഈജിപ്തിലെ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെയും ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നായി അറിയപ്പെടുന്നു.